സോ ഗെയിമേഴ്സിന്റെ ലിസ്റ്റിൽ അവർ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന സീരീസുകൾ ഒന്നാണ് ബോട്ടിന്റെ ഇമോർട്ടൽ സീരീസ്. സോ ഇന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്ന ബോട്ടിന്റെ ഇമോർട്ടൽ സീരീസ് വന്നിട്ടുള്ള ബോട്ട് ഇമോർട്ടൽ 161 RGB ഗെയിമിംഗ് TWS നെ പറ്റിയാണ്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ തന്നെ മസ്റ്റ് ലൈക്ക് ചെയ്തേക്കുക. സോ ആസ് യൂഷ്വൽ നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ അൺബോക്സിംഗ് നേരത്തെ തന്നെ ചെയ്തതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐ ബട്ടണിലും അതുപോലെ കമന്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ ഇതാണ് നമ്മുടെ ഗെയിമിംഗ് TWSന്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം ലൈറ്റ് വെയിറ്റിലാണ് നമ്മുടെ ഈ TWSന്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് നമുക്കൊരു ഗ്ലോസി പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിലായിട്ട് നമുക്ക് മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് ഈ TWSന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള RGB സ്ട്രിപ്പ് ആണ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡിസൈനിലാണ് ഈ ഒരു TWSനകത്ത് ഈ RGB പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു വീഡിയോയിലെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള നമ്മുടെ TWSനാണ് ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഗ്ലോസി ബിൽഡിലാണ് നമ്മുടെ TWS പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ സൗണ്ട് ഡ്രൈവേഴ്സ് ഇരിക്കുന്ന സ്ഥലത്ത് ചെറിയൊരു ട്രാൻസ്പെറൻസി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ TWS ഫുള്ളി നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ലുക്കിലാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു TWSനകത്ത് 13mm ഡ്രൈവേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബോട്ടിന്റെ സിഗ്നേച്ചർ സൗണ്ട് ക്വാളിറ്റി ഈ ഒരു TWSനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലപോലെ വെൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. വോയിസ് ക്ലാരിറ്റി ആയാലും അതുപോലെ ബേസ് അതുപോലെ ലൗഡ് ആയിട്ടുള്ള സൗണ്ട് ആണ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ സ്മാർട്ട് ഫോണുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ പെയർ ചെയ്യാൻ വേണ്ടി ബ്ലൂടൂത്തിന്റെ 5.3 വെർഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻസ്റ്റാ വേക്ക് ആൻഡ് പെയർ ടെക്നോളജിയും ഈ TWS ഇയർബഡ്സിന്റെ കേസിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇനിയാണ് ഈ ഒരു ഗെയിമിംഗ് TWSന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഗെയിമിംഗ് മോഡിലേക്ക് വരുന്നത്. 40ms അതായത് 40ms സൂപ്പർ ലോ ലേറ്റൻസി ഗെയിമിംഗ് മോഡാണ് കൊടുത്തിട്ടുള്ളത്. സോ എന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഡീസന്റ് പെർഫോമൻസ് ആണ് ഗെയിമിംഗ് മോഡിൽ നിന്ന് ലഭിക്കുന്നത്. ഗെയിമിംഗ് കളിക്കുന്ന സമയത്ത് ഡിലേ ഉണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ ഡിലേ ഒക്കെ ഉണ്ട്. പക്ഷെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ഒരു ഡിലേ ഒന്നും അല്ല. അത് ചെറുതായിട്ടുള്ള ഒരു മൈന്യൂട്ട് ഡിലേ മാത്രമാണത്. ഓവറോൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ നല്ലൊരു സ്റ്റീരിയോ ടൈപ്പ് സൗണ്ടും ഒക്കെ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു TWSനകത്ത് ENX ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന ക്വാഡ് മൈക്ക് സെറ്റപ്പ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു TWSനകത്ത് 2 മൈക്ക് എന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കോൾ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീസന്റ് പെർഫോമൻസ് ആണ് കോൾ ക്വാളിറ്റിയിൽ നിന്ന് ലഭിക്കുന്നത്. കോൾ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ലൗഡ് ആയിട്ടുള്ള സൗണ്ട് ആണ് ലഭിക്കുന്നത്. ചെറിയ നോയ്സ് ഉണ്ടെങ്കിൽ പോലും അത് കോളിനെ ഒന്നും വലിയ രീതിക്ക് ഡിസ്റ്റർബ് ഒന്നും ചെയ്യത്തില്ല. കോൾ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു TWSനകത്ത് ടച്ച് കൺട്രോൾ പാനൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലപോലെ ആക്യുറേറ്റ് ആയിട്ടുള്ളതും സ്മൂത്ത് ആയിട്ടുള്ള ടച്ച് കൺട്രോൾ പാനൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടച്ച് കൺട്രോൾ യൂസ് ചെയ്തുകൊണ്ട് മ്യൂസിക് പ്ലേ അല്ലെങ്കിൽ പോസ് ചെയ്യുക അതുപോലെ വോയിസ് അസിസ്റ്റന്റ് എന്നീ ഫീച്ചേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ആൻഡ് ദെൻ ഇത്രയധികം ഫീച്ചേഴ്സ് ഉള്ള ഈ TWSനകത്ത് അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കേസ് യൂസ് ചെയ്ത ഒരു TWS യൂസ് ചെയ്യുവാണെങ്കിൽ അപ് ടു 40 hours ടോട്ടൽ പ്ലേ ബാക്ക് ടൈം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ASAP ചാർജിംഗ് സിസ്റ്റം ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്യുവാണെങ്കിൽ 150 മിനിറ്റിന്റെ പ്ലേ ബാക്ക് ടൈം ആണ് ഈ ഒരു കേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്റെ ഒരു യൂസേജ് അനുസരിച്ച് അപ് ടു 1 വീക്ക് ഒക്കെ നമുക്ക് സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നല്ലപോലെ ഗെയിംസ് ഒക്കെ കളിക്കുവാണെങ്കിൽ നമുക്കൊരു 4 അല്ലെങ്കിൽ 5 ദിവസത്തെ മാക്സിമം ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. സോ ഫൈനലായിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്ന ഇതിന്റെ പ്രൈസിംഗ് ആണ്. സോ ഇത്രയധികം ഫീച്ചേഴ്സ് ഉള്ള TWSനകത്ത് അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ളതും ബഡ്ജറ്റ് ലെവലാണ് പ്രൈസിംഗ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റ് ബോട്ട് 1500 രൂപയ്ക്കാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ ഒരു പ്രൊഡക്റ്റ് വൃത്തിയാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീസെന്റ് പെർഫോമൻസ് തന്നെയാണ് ലഭിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു മ്യൂസിക് ക്വാളിറ്റിയും അതുപോലെ അത്യാവശ്യം ഡീസെന്റ് പെർഫോമൻസ് ആണ് ഗെയിമിംഗ് ലഭിക്കുന്നത്. ബാറ്ററി ബാക്കപ്പ് നോക്കുവാണെങ്കിൽ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ആണ് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. മെയിൻ ആയിട്ട് എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടുള്ളത് മ്യൂസിക് ക്വാളിറ്റി ആണ്. അത്യാവശ്യം നല്ല വെൽ ബാലൻസ് ആയിട്ടുള്ള മ്യൂസിക് ക്വാളിറ്റി ആണ് വന്നിട്ടുള്ളത്. ഓവറോൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഡീസെന്റ് പെർഫോമൻസ് ആണ് ഈ ഒരു TWS ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ഇതൊക്കെയാണ് നമ്മുടെ ഗെയിമിംഗ് TWSന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിലും ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.